വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്നത്തെ വിഭവം കടലദോശയാണ്. ഇത് സിമ്പിളാണ്, പക്ഷേ പവർഫുള്ളാണ്. കാരണം കടല ആയതുകൊണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. അരച്ച ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം. അതിനൊക്കെ പുറമെ ഇതിൻ്റെ ടേസ്റ്റാണ് എടുത്തു പറയേണ്ടത്. ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്കും മനസ്സിലാവും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് മണിക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. രാവിലെ ദോശ ഉണ്ടാക്കാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അരിയും കടലയും ഒരേ അളവിലെടുത്തിട്ടും ദോശ ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും 2-3 ചുവന്നുള്ളിയും ചേർത്ത് അരക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇത് ചേർത്താൽ. അപ്പോൾ ആദ്യം കടല മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്ത കടലയാണ്. പിന്നെ ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അരി അരച്ചെടുക്കാം. രണ്ടും വെവ്വേറെ അരച്ചിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യണതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ അരിയും അരച്ച് കഴിഞ്ഞു. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാണ്. ഈ മിക്സ് കഴുകി ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ദോശയില്ലേ, ഉഴുന്ന ദോശ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് കട്ടി കൂടരുത്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് സാധാരണ ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം. ഇത് പുളിക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം. ദോശക്കല്ല് ചെറുതായിട്ട് ചൂടാവുമ്പോൾ തന്നെ ഒരു തവി മാവ് ഒഴിച്ച് നമ്മൾ ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് പരത്തി കൊടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ മുകളിൽ കുറച്ച് നെയ്യോ ബട്ടറോ തേച്ച് കൊടുക്കാം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നോൺ സ്റ്റിക്ക് പാനിലാവുമ്പോൾ ദോശ വെന്ത് വരുമ്പോൾ തന്നെ താനെ കല്ലിൽ നിന്ന് വിട്ട് വരും. നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാനൊക്കെ പറ്റും. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ട് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ചട്നിയോ സാമ്പാറോ തക്കാളി ചട്നിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ദോശ ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ഞാൻ ഈ മണിക്കടല വെച്ചിട്ട് ഒരു പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പായസത്തിന് വേണ്ടി കുതിർത്ത് വെച്ച കടലയിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഇപ്പോൾ ദോശ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഇവിടുത്തെ കടലയൊക്കെ തീർന്നു പോയിട്ടോ, അതുകൊണ്ടാണ് ഇത്ര കുറച്ച് അളവിൽ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഈ ദോശ. കാരണം നമ്മുടെ ഉഴുന്ന ദോശയുടെ അത്ര കാണാനൊരു ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ മണിക്കടല വളരെ ഹെൽത്തി ആണല്ലോ. രാവിലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എല്ലാ പ്രായക്കാർക്കും നല്ലതാണ്. ഹെൽത്തി ഈസി ടേസ്റ്റി റെസിപ്പീസ് മാത്രം പോസ്റ്റ് ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു അളവിൽ, അതായത് 1 കപ്പ് പച്ചരിയും 1/2 കപ്പ് കടലയും കൊണ്ട് നമുക്ക് ഒരു 10 ദോശയൊക്കെ ചുട്ടെടുക്കാൻ പറ്റും. കടലയും പച്ചരിയും ഒരേ അളവിലെടുത്തിട്ടും ദോശ ചുടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കടല തീർന്നു പോയതാണെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ട് നാളെ വരാം. അപ്പോൾ ഈ ദോശ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. ഈ ദോശ ചുട്ട ഉടനെ തന്നെ ചൂടോടെ കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനിത് കഴിച്ചിട്ട് വരാം. നിങ്ങളിപ്പോൾ ഫ്രീ ആണെങ്കിൽ ഈ ചാനലിൽ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്ത ഹെൽത്തി ഈസി ടേസ്റ്റി റെസിപ്പീസ് കൂടി ഒന്ന് കണ്ടു നോക്കൂ.